നമ്മളിപ്പോൾ ഉള്ളത് ബ്രോഡ്വേയിലാണ്. കാല് കുത്താൻ ഇടമില്ല എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചു നേരം കൂടി കഴിയാൻ നേരത്ത് വലിയ രീതിയിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. ബ്രോഡ്വേയിലേക്കാണ് എത്തുന്നത്. സാധാരണ ഉപ്പ് മുതൽ കർപ്പൂരം വരെ കിട്ടുന്ന ഒരു സ്ഥലം എന്നുള്ളൊരു പ്രത്യേകത കൂടി ബ്രോഡ്വേക്കുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ ഈ അമ്മച്ചിയൊക്കെ കൊച്ചുമക്കൾക്കൊക്കെ ഇത് ആർക്കാ ഇത് ആർക്കാ കൊച്ചുങ്ങൾക്ക് ആർക്കാ കൊച്ചുമക്കൾക്കാണ്. എത്ര മേടിക്കുന്നുണ്ട്? എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടം കുറവാണ്. പൊതുവെ ആള് കുറവാണ്. എന്താ കാരണം? എന്താ ആൾക്കാരുടെ സാമ്പത്തിക ഇടപാടൊക്കെ കുറവായിരിക്കും. അല്ല കാശിന്റെ പ്രശ്നമുണ്ട്. കാശിന്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലേ? ആളുകൾ തന്നെ എങ്ങനെയുണ്ട്? ആളുകള് ഓണമൊക്കെ കുറവാണ്, ആള് കുറവാണ്. നല്ല ആളുണ്ടായിരുന്നു. ഇനി കൂടാനുള്ള ഒരു സമയമുണ്ടോ? കുറച്ചു നേരം കൂടി കഴിയുമ്പോ കുറച്ചും കൂടി ആള് വരും. എത്ര മണി വരെ പോയി കച്ചവടം? ഞങ്ങൾ ഇവിടെ ഒരു 8:30 9 വരെ ഉണ്ടാവും. തന്നെയാണ് രുചിഷ. എന്തായാലും ബ്രോഡ്വേയിൽ നല്ല തിരക്ക് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ബ്രോഡ്വേ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരമാവധി ആളുകൾ സാധനം വാങ്ങാനായിട്ട് ബ്രോഡ്വേയിലേക്കായിരിക്കും വരിക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് പ്രത്യേകതകളാണ് ബ്രോഡ്വേക്കുള്ളത്. ഒന്ന്, വില കുറവിൽ സാധനങ്ങൾ കിട്ടും. പിന്നെ നമ്മൾ എന്താണ് മേടിക്കാൻ വന്നിരിക്കുന്നത് അത് ബ്രോഡ്വേയിലായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ ബ്രോഡ്വേയിലേക്കായിരിക്കും എത്തുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അമ്മച്ചിമാരും അപ്പച്ചന്മാരും എല്ലാവരും ഇങ്ങോട്ടേക്കായിരിക്കും ആ സാധനങ്ങൾ വാങ്ങാനെത്തുന്നത്. നല്ല തിരക്ക് മുൻവർഷത്തേക്കാളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ തുണിക്കച്ചവടക്കാരൊക്കെ പറയുന്ന ആളുകൾ നന്നെ കുറവാണെന്നാണ്. ചേട്ടാ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട്? കച്ചവടം വളരെ മോശമാണ് മോനെ. കാരണം എന്താണെന്ന് വെച്ചാൽ മഴ വന്നും പോയിരുന്നൊക്കെയാണ്, തുറക്കും മൂടും അതൊക്കെ തന്നെ. അതന്നെ, മഴ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടച്ചു പൂട്ടേണ്ട ഒരു പരിപാടിയല്ലേ. ഇന്നൊരു ദിവസം നല്ല കച്ചവടം പ്രതീക്ഷിച്ചിരുന്നാണ്. അതെല്ലാവരും, ഞാൻ മാത്രമല്ല പൊതുവെ വിചാരിച്ചിരുന്നാണ്. എങ്ങനെയുണ്ട്? സാധനങ്ങളൊക്കെ മേടിച്ചാ? എന്തൊക്കെ മേടിച്ച്? കുറച്ച് തുടങ്ങിയിട്ടുള്ള ഇന്ന് മുഴുവനുള്ള സാധനം മേടിച്ചിട്ട് പോകുള്ളൂ. മുഴുവൻ മേടിപ്പിച്ചാ? മേടിച്ചോണ്ടിരിക്കുന്നത്. അത് തന്നെയാണ്. ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ പരമാവധി സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മേടിച്ചോണ്ടത്. ആ ചേട്ടനൊക്കെ കുട്ടിയായിട്ടൊക്കെ വന്നിരിക്കണേ. മോൻ കരയണ്ടല്ലോ, എന്തുപറ്റി? ഓരോ വാശികളല്ലേ കുട്ടികൾക്ക്. കുടുംബമായിട്ടാണ് ഇറങ്ങിക്കുന്നത്. കുടുംബം എല്ലാവരും പരമാവധി സാധനങ്ങളൊക്കെ മേടിച്ചു. അതെ എല്ലാം വാങ്ങിച്ചു. എല്ലാം മേടിച്ചു. എവിടെയാ വീട്? എവിടെയാ? എന്റെ വീട് കോതമംഗലത്താണ്. പക്ഷെ ബ്രോഡ്വേയിലേ വരുള്ളൂ. ഇവിടെയാണല്ലോ എന്റെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് രുചിഷേ. ആളുകളൊക്കെ പരമാവധി ബ്രോഡ്വേയിലേക്കൊക്കെ വരുള്ളൂ. കാരണം ഇവിടെയാണ് പരമാവധി സാധനങ്ങളൊക്കെ കിട്ടുന്നത്.